ലോകമാകെ കൊറോണ വൈറസിൻ്റെ കടന്നാക്രമം COVID-19 എന്ന രോഗം സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത നിലയിൽ ജനങ്ങളെയും രാജ്യത്തെയും ലോകത്തെയും ബാധിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും അതിന് പരിഹാരം കാണാനായില്ല എന്ന് മാത്രമല്ല, വികസിത മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്നറിയുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം ആദ്യം വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ സമീപിച്ചതെങ്കിലും ഇപ്പോഴെല്ലാവർക്കും വളരെ സങ്കീർണമായ ഒന്നായി പരിഗണിക്കേണ്ടുന്ന COVID-19 സംബന്ധിച്ചുള്ള പ്രശ്നം പകൽ വെളിച്ചം പോലെ വർഗപരമായ ചേരിതിരിവിൻ്റെ ഒരു ഭാഗത്ത് കഴുത്തറപ്പൻ മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുതലാളിത്തവും, മറുഭാഗത്ത് ജനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് സമീപനവും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അമേരിക്കയിൽ 75,000-ഓളം ആളുകൾ ഇപ്പോൾ മരണപ്പെട്ടു. അതിൽ 75% 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് മരിച്ചത്. യഥാർത്ഥത്തിൽ ഈ 75,000 ആളുകൾ മരിക്കേണ്ട ഒരു കാര്യമില്ല. ഫലപ്രദമായ ചികിത്സ, പരിചരണം, മുൻകൂട്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ മരിച്ചതും ഇനി മരിക്കാൻ പോകുന്നതുമായിട്ടുള്ളൊരു വലിയ ജനസഞ്ചയത്തെ രക്ഷിച്ചെടുക്കാൻ അവർക്കാവുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് ആ നിലപാട് സ്വീകരിക്കാനാവാത്തത്? ആരുടെയെങ്കിലും മാനസികമായ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്, അവരുടെ സമീപനമാണ്. സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതം, പാവപ്പെട്ട മനുഷ്യർ മാത്രമല്ല, 1% യഥാർത്ഥത്തിൽ സമ്പത്ത് മുഴുവൻ കൈവശം വെക്കുന്നത്. ഇപ്പോൾ 99% സ്വത്തുൽപാദിപ്പിക്കുന്നവർ ഞങ്ങളാണെന്നും 1% കയ്യിലാണ് സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടി കിടക്കുന്നത് എന്നും കൃത്യമായ അവലോകനത്തോടെ അമേരിക്കയിൽ തന്നെ ഉയർന്നു വന്ന പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ്. അത് വസ്തുതയാണ്. സമ്പത്ത് മുഴുവൻ ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുക, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരുടെ കയ്യിൽ സമ്പത്തില്ലാതിരിക്കുക. ഈ സമ്പത്തില്ലാതിരിക്കുന്ന ജനവിഭാഗത്തിന് രോഗം വന്നാൽ ഫലപ്രദമായ ചികിത്സ ഇല്ലാതിരിക്കുക. ചികിത്സാ സൗകര്യങ്ങളെല്ലാം ലോകത്ത് ഏറ്റവും നന്നായിട്ടുള്ള രാജ്യം തന്നെയാണ് അമേരിക്ക. പക്ഷേ അതൊരു വിഭാഗത്തിനാണ്. മഹാഭൂരിപക്ഷം വരുന്നവർക്കും കൃത്യമായിട്ടുള്ള ചികിത്സയില്ല. കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ജനകീയ ആസൂത്രണം, ജനകീയ ആരോഗ്യ പ്രസ്ഥാനം, സാമൂഹ്യ രീതിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള സാക്ഷരത, അതിനു മുമ്പുണ്ടായിട്ടുള്ള വളരെ ഫലപ്രദമായി ഇടപെട്ട വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയായിട്ടാണ്. അല്ലാണ്ട് കേവലമായിട്ടൊരു ദിവസമോ ഒരു മാസമോ 5 കൊല്ലമോ അല്ല. ഒരു തുടർച്ചയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ജനകീയ ആരോഗ്യം എന്ന നിലപാട് താഴെ തലത്തിൽ തന്നെ ഏറ്റവും അവസാനം സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 4 മിഷനുകൾ അംഗീകരിച്ചപ്പോൾ ആ മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർദ്രം പദ്ധതി. ഗ്രാമീണ മേഖല ഉൾപ്പെടെയുള്ള ഏറ്റവും താഴെയുള്ള ഒരാൾക്ക് എനിക്കൊരു ഡോക്ടറുണ്ട് എന്ന് തോന്നുന്ന ഒരു മനസ്സുൽപ്പാദിപ്പിക്കാൻ ഗ്രാമീണ ആരോഗ്യ മേഖലയിലെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിനാക്കം കൂട്ടാൻ, ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക്
കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രസിദ്ധീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ താരതമ്യം ചെയ്തിട്ടുള്ളത് വിയറ്റ്നാമിനോടാണ്. വിയറ്റ്നാമിന് തന്നെയാണ് അടിസ്ഥാനം. വിയറ്റ്നാം ആയാലും ചൈനയായാലും ക്യൂബയായാലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജനകീയ ആരോഗ്യ പ്രസ്ഥാനം തന്നെയാണ്. താഴെ തലത്തിൽ തന്നെയാണ്. ചൈന എങ്ങനെയാണ് ഇത് അഭിമുഖീകരിച്ചത് എന്ന് ഇന്ന് കൃത്യമായിട്ട് പുറത്തു വന്ന വാർത്തകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ താഴെ തലം മുതൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ആശ്രയിക്കാനാകുന്ന രീതിയിലുള്ള ആരോഗ്യ സംവിധാനത്തെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതില്ല എന്നുള്ളത് തന്നെയാണ് സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങളുടെ ഗുരുതരമായിട്ടുള്ള ഈ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇനി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഇന്ന് പുറത്തു വന്ന വാർത്ത അനുസരിച്ച് കോടിക്കണക്കിന് മനുഷ്യൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി നിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച്, ലോകത്തെമ്പാടുമുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ച് സാമ്രാജ്യത്വ സാമ്പത്തിക സ്ഥാപനമായ IMF തന്നെ പറയുന്നത് GDPയുടെ വളർച്ച ഇല്ല എന്ന് മാത്രമല്ല, അത് -3ലേക്ക് കൂപ്പുകുത്തും എന്നാണ്. എന്തായിരിക്കും ലോകത്തെ മുതലാളിത്തത്തിൻ്റെ ഒരു അവസ്ഥ? എന്താണ് പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ 1% സമ്പന്ന കേന്ദ്രീകരണം നടത്തിയിട്ടുള്ളവർക്ക് യാതൊന്നും സംഭവിക്കാനില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അതിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും ഈ പ്രതിസന്ധിയുടെ ഭാഗമായി കൂടുതൽ പാപ്പരാകാൻ പോകുന്ന ഒരു പുതിയ സാഹചര്യമാണ് കോവിഡിന് ശേഷവും വരാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം മാത്രമാണ്. ഒരുപാട് പരിമിതിയാണ് നമുക്ക് ഈ ഗവൺമെൻറ്റിനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് സമ്പത്തിൻ്റെ മുഴുവൻ കേന്ദ്രീകരണവും. എല്ലാ പ്രധാനപ്പെട്ട ടാക്സുകൾ മുഴുവൻ പിരിക്കുന്നത് അവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന വിഹിതം കൃത്യമായിട്ട് തരുന്നില്ല. നഷ്ടപരിഹാര തുക, GSTയുടെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന നഷ്ടപരിഹാര തുക ലഭിക്കുന്നില്ല. കടം വാങ്ങാനുള്ള പരിധി ഉയർത്തുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള വളരെ ഗൗരവതരമായ സാമ്പത്തിക പ്രതിസന്ധി കേരളവും അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ചെറിയ വിഭവം അടിസ്ഥാനപ്പെടുത്തി വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള COVID-19 പ്രതിരോധം സംഘടിപ്പിച്ചത്. ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചു എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. നല്ല ജാഗ്രത വേണം. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ കേരളത്തിലേക്ക്, നമ്മുടെ സ്വന്തം ജനത തന്നെ വരികയാണ്. അതിഥി തൊഴിലാളികൾ ഒരു വലിയ വിഭാഗം ഇപ്പോൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള ആളുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അവർ സാധാരണ രീതിയിൽ വരുന്നത് അവർ മാത്രമായിട്ടായിരിക്കില്ല. അപ്പോൾ നല്ല പരിശോധനയും നല്ല രീതിയിലുള്ള മുൻകരുതലും ജനങ്ങളുടെ ആകെ സഹായത്തോടു കൂടി വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ പരിസ്ഥിതിയെ അഭിമുഖീകരിക്കാൻ സാധിക്കൂ. അതിന് സാധിക്കുന്ന ഒരു ജനത ഈ കേരളത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അത് വെറുതെ വന്നതല്ല. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, 1957 മുതൽ സഖാ VMSൻ്റെ ഗവൺമെൻറ്, 67 സഖാ VMSൻ്റെ ഗവൺമെൻറ്, ഈ രണ്ട് ഗവൺമെൻറ്റുകൾ കൂടി പൂർത്തിയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജന്മിത്വം അവസാനിപ്പിക്കാനുള്ള നിലപാടാണ്. ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം. അങ്ങനെ ജന്മിത്വം അവസാനിപ്പിച്ച് കാർഷിക മേഖലയിലെ ഉൽപ്പാദക ശക്തികൾക്ക് അവർ ജോലി ചെയ്തുകൊണ്ട് അല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മേഖലയുടെ ഭാഗമായിട്ട് കൃഷിഭൂമി കൃഷിക്കാരന് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ജന്മിത്വം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. 57 ഗവൺമെൻറ് മുതൽ പൊതു ആരോഗ്യം രംഗത്ത് സജീവമായ ഇടപെടൽ മുതൽ മുടക്കൽ നടത്തിയിട്ടുണ്ട്. അന്നേ തുടങ്ങിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 57 ഗവൺമെൻറ് തന്നെ തുടങ്ങി വെച്ചതാണ്. KER KSR എന്നെല്ലാം പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് അവൻ്റെ മാഗ്ന കാർട്ട പോലെ വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളാണ്. പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തി,
രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വളർന്നു വന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ ആളുകളെയും കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ 1-ാം ക്ലാസ്സിൽ ചേർക്കേണ്ട കുട്ടിയെയും 1-ാം ക്ലാസ്സിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉള്ളൊരു സംസ്ഥാനമായിട്ട് കേരളം ഇപ്പോൾ മാറിയിട്ടുണ്ട്. എന്നാൽ അത് അവസാനം 10-ാം ക്ലാസ് വരെ എത്തുന്നുണ്ടോ, +2 വരെ എത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമോ, കൊഴിച്ചിലുണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം. കോവിഡാനന്തര കാലം എന്നല്ല, കോവിഡ് കാലത്ത് തന്നെ നമുക്ക് എങ്ങനെ ഇനി മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം ഒരു ഘട്ടത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ കേരളം സംഘടിപ്പിച്ചിട്ടുണ്ട്. സാക്ഷരത കേരളം എന്ന നിലയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനകീയാസൂത്രണത്തിൻ്റെയും പ്രവർത്തനത്തിൽ എല്ലാവർക്കും മാതൃകയാവുന്ന നിലപാട് സ്വീകരിക്കാൻ VMS ഉൾപ്പെടെ നിലനിൽക്കുമ്പോൾ നമുക്ക് സാധിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ പരിസ്ഥിതിയിൽ നമുക്കെങ്ങനെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ടേക്ക് പോകാം, പിന്നീട് കോവിഡ് അനന്തര ഘട്ടത്തിൽ നമുക്കതിനെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം, ഇതാണ് ഞാനിന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ നല്ല പച്ചപ്പുള്ള സംസ്ഥാനം തന്നെയാണ്. ഏത് ലോകത്തിൻ്റെ കോണുകളിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ അവർ കാണുന്ന ഈ കേരളം അവരുടെ തന്നെ ഭാഷയിലും നമ്മുടെ തന്നെ ഭാഷയിലും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ആ പച്ചപ്പ്, ആ സൗന്ദര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വത്താണ്. കേരളത്തെ എവിടെയും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളാണ്. പല അനന്ത സാധ്യതകളും നമുക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, കേരളം കാർഷിക പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനം ആണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യധാന്യം ഉൾപ്പെടെ, പച്ചക്കറി ഉൾപ്പെടെ, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടുന്ന പാല്, അതുപോലെ ഇറച്ചി, മുട്ട തുടങ്ങി നമുക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ലഭിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടല്ല കേരളത്തെ കണ്ടിട്ടുള്ളത്. നമ്മുടെ തന്നെ പൊതുവൊരു അബോധം, ഇമാതിരി കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ പൊതുധാരണ അതായിരുന്നു. നിങ്ങൾക്ക് വേണ്ടുന്ന അരി, ഗോതമ്പ്, അതുപോലെ തന്നെ മറ്റ് വിവിധ സാധനങ്ങൾ എല്ലാം നമുക്ക് തരാൻ സാധിക്കും, കേന്ദ്രത്തിൽ നിന്ന് തരാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടും. എന്നാൽ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയുണ്ട്. അതാണ് നാണ്യവിള. നാണ്യവിളകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ, ആ റബ്ബറായാലും ഏലമായാലും തേയിലയായാലും ഇതിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കുത്തകയാണ് ഉള്ളത്. കാപ്പി എന്ന് പറഞ്ഞാൽ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഊന്നൽ ഈ നാണ്യവിളകളിലൂടെ വളരെ ഫലപ്രദമായ ലോകോത്തരമായ രീതിയിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തോട്ടമേഖല തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ആസിയൻ കരാർ ഉൾപ്പെടെയുള്ള കരാറുകൾ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. യഥാർത്ഥത്തിൽ തോട്ടം മേഖല പ്രതിസന്ധിയിലായി. കാർഷിക മേഖലയാണെങ്കിലോ, കാർഷിക മേഖല നെൽകൃഷി ഉൽപ്പാദിപ്പിക്കുന്ന വയലേലകൾ ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞ ഊന്നൽ മാറിയതോടുകൂടി, പിന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലത്തിൽ മാറ്റം വന്നതോടുകൂടി നമ്മുടെ കാർഷിക മേഖലകളിൽ വലിയ രീതിയിലുള്ള ഭൂമി നികത്തിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. നല്ല ചെറുത്തുനിൽപ്പൊക്കെ നടത്തുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചത്. കർഷക തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും പ്രത്യേകിച്ച് CPM ഒക്കെ നടത്തിയിട്ടുള്ള നല്ല ശ്രമകരമായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവശേഷിക്കുന്ന ഭൂമിയെങ്കിലും നിലനിർത്താൻ പറ്റിയത്. പക്ഷേ വലിയ
അളവിൽ ഭൂമി നഷ്ടപ്പെട്ടു പോയി, നികത്തപ്പെട്ടു. ഇങ്ങനെയെല്ലാമുള്ള മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചപ്പോൾ നമ്മൾ മുമ്പേ എടുത്തുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്, ഒരിഞ്ച് ഇനി നികത്താൻ പാടില്ല. നികത്തുന്നത് എങ്ങനെയാണ്? എല്ലാ കാലത്തും നികത്തുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തരിശിട്ടുകൊണ്ടാണ്. ഭൂമി തരിശിടുക, 4-5 കൊല്ലം കഴിയുമ്പോഴേക്ക് അവിടെ കൃഷിയില്ല, അതുകൊണ്ട് നികത്തൽ ആരംഭിക്കുക. നികത്താനുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലയിലും പ്രത്യേക വിഭാഗങ്ങൾ തന്നെ ഉയർന്നു വന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുതരം ക്രിമിനൽ സംഘം രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ഭൂമി കൃഷിയോഗ്യമായ രീതിയിൽ തന്നെ തുടരാൻ, നികത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭവും സമരവും നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ചുമതല, കൃഷി ഭൂമി എന്ന രീതിയിൽ മുമ്പ് കൃഷി ചെയ്ത പ്രദേശങ്ങൾ, വയലുകൾ, അതെല്ലാം നമുക്ക് സംരക്ഷിക്കാനാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സംരക്ഷിക്കാനാവണമെങ്കിൽ എന്ത് വേണം? സംരക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ ഇതൊരു പൊതുബോധമാക്കി ജനങ്ങളിലേക്ക് എത്തണം. ഏതെങ്കിലും യൂണിയൻ്റെയോ പാർട്ടിയുടെയോ മാത്രം പൊതുബോധമല്ല. ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഭക്ഷ്യക്കമ്മി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമൃദ്ധമായ ഒരു കാർഷിക സംസ്കൃതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കേരളത്തിൽ ആപാലവൃദ്ധം ജനത ഒന്നിച്ച് അണിനിരന്ന് നടത്തണം, കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട്. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് നടത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക സംസ്കൃതി ഈ കോവിഡ് ഘട്ടത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയണം. ഗവൺമെൻറ് അതിന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ പ്രക്രിയയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി വകുപ്പിനെയും മറ്റ് വിവിധ വകുപ്പുകളെയും എല്ലാം ചേർത്ത് ഒരിഞ്ചിനി നികത്തില്ല എന്ന കൃത്യമായ ഉറപ്പ് വരുത്തിക്കൊണ്ട് 1 സെന്റ് സ്ഥലവും ഇനി കേരളത്തിന് പാഴാക്കാനാവില്ല, തരിശിടാനാവില്ല എന്ന ഉറപ്പോടുകൂടി കൃഷി ചെയ്യാൻ സാധിക്കണം. നെൽകൃഷി മാത്രമല്ല, മറ്റു വിവിധ കൃഷികൾ നമുക്ക് സംഘടിപ്പിക്കാനാവും, ഇടവിളകൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഒരു ഭാഗത്ത് 1 സെന്റ് ഭൂമിയും തരിശിടില്ല എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക. ഏതാണ്ട് 1,80,000 ഹെക്ടർ ഭൂമി ഇപ്പോൾ തരിശുണ്ട് എന്നാണ് കണക്ക്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം കുറേ തരിശിടുന്ന ഭൂമി കൃഷി ചെയ്തിട്ടുണ്ട്, കൃഷി യോഗ്യമാക്കിയിട്ടുണ്ട്. കൃഷി ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്, ചെറുപ്പക്കാർക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുനിന്ന് വരുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് താല്പര്യമുണ്ട്. അത് മുഴുവൻ നമ്മൾ സംരക്ഷിക്കണം, അവരെല്ലാം നമ്മൾ യോജിപ്പിക്കണം. ഒന്നാമത്തെ പരിഗണന തരിശ് ഭൂമി മുഴുവൻ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പ്രദേശത്തിനനുസരിച്ച രീതിയിലുള്ള കൃഷി, വയലുകളിൽ മുഴുവൻ നെൽകൃഷി, മറ്റ് കരഭൂമി ഉൾപ്പെടെ. ഞാൻ നേരത്തെ പറഞ്ഞ 1,80,000 ഹെക്ടർ ഭൂമി തരിശ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നെൽവയലുകൾ ഉൾപ്പെടെയാണ് ചേർത്തിട്ടുള്ളത്. അല്ലാത്ത ഭൂമിയുണ്ട്, കരഭൂമി ഉൾപ്പെടെ. ഏതാണ്ട് 2-3 ലക്ഷം ഹെക്ടർ ഭൂമി നമുക്കിവിടെ കേരളത്തിൽ കൃഷിക്ക് ഉപയുക്തമായ രീതിയിൽ ലഭിക്കുമെന്നാണ് മിനിമം കാണുന്നത്.
അപ്പോൾ അത് പല ആളുടെ കൈവശമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭൂമിയുണ്ട്, വ്യവസായത്തിൻ്റെ ഭൂമിയുണ്ട്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കയ്യിലുള്ള ഭൂമിയുണ്ട്. അതൊക്കെ ഉപയോഗിക്കണം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലയിലുള്ള ഫലപ്രദമായ ഇടപെടൽ നമുക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിയണം. കേരളത്തിലെ ഭക്ഷ്യപ്രശ്നം എന്നുള്ളത് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ നേരിടുമ്പോൾ അരി ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ നെല്ലുൽപാദനത്തിൽ നമുക്ക് നല്ല വിസ്തൃതിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഭൂവിസ്തൃതിയുടെ ഭാഗമായിട്ട് പരിമിതിയുണ്ട്. എങ്കിലും പരമാവധി നെല്ല് ഉൽപ്പാദിപ്പിക്കണം. അതിൻ്റെ ഒപ്പം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി, അതിന് വേറെ എവിടെയും ഇനി അന്വേഷിച്ച് പോകേണ്ടെന്ന കാര്യമില്ല. നമ്മളിലേക്ക്, കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പച്ചക്കറി പരിശോധിച്ച് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നായാലും കർണാടകത്തിൻ്റെ ഭാഗത്തുനിന്നായാലും വരുന്ന പച്ചക്കറി നമുക്ക് നല്ല ധാരണയുണ്ട് വിഷ കലർന്ന വളവും അതുപോലെ തന്നെ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളാണ്. അപ്പോൾ നമുക്ക് ജൈവ പച്ചക്കറി നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിനാവും. അതിന് വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. വളരെ ചെറിയ സ്ഥലത്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പട്ടണപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഫ്ലാറ്റിൻ്റെ മേലെയൊക്കെയുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഇപ്പോൾ കേരളം മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പച്ചക്കറി സ്വയം സമ്പൂർണ്ണമാവണം, സ്വയം പര്യാപ്തമാവണം. നമുക്കാവശ്യമുള്ള പച്ചക്കറിക്ക് വേണ്ടി ഇനി കർണാടകത്തെയും തമിഴ്നാടിനെയും മറ്റ് സംസ്ഥാനങ്ങളെയും നോക്കേണ്ടതില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പഴം. നമുക്ക് കരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ നല്ലതുപോലെ പഴക്കൃഷി, കായകൃഷി നടത്താൻ സാധിക്കും. അതും നമുക്ക് നല്ലതുപോലെ പ്ലാൻ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലാണ്. ഏതാണ്ട് സ്വയം പര്യാപ്തതയുടെ അടുത്ത് എത്തി നിൽക്കുകയാണ് പാലുൽപാദനം. അതിനിയും വളരെ വേഗം ഫലപ്രദമായി ഒരു വീട്ടിൽ ഒരു കുടുംബത്തിന് 2 പശു എന്ന രീതിയിൽ കൃത്യതയോടുകൂടി പരിപാലിച്ച് മുമ്പോട്ടേക്ക് പോകുന്നൊരവസ്ഥ സൃഷ്ടിക്കാനായാൽ അതിനാവശ്യമായ സൗകര്യങ്ങളും സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കാൻ സാധിക്കണം. സഹകരണ ബാങ്കുകളെ ഉപയോഗിക്കാനാവണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കണം. നബാർഡ് പോലെയുള്ള മേഖലയിൽ നിന്ന് നമുക്ക് കടം വാങ്ങാൻ സാധിക്കണം. അതിനെല്ലാമുള്ള സൗകര്യം ഇപ്പോഴുണ്ട് എന്നാണ്. ഏതാണ്ട് 3800 കോടി ഉറുപ്പികയുടെ പദ്ധതി ഗവൺമെൻറ് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പശുവുണ്ട്, കോഴിയുണ്ട്, താറാവ് ഉണ്ട്, അതുപോലുള്ള വളരെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇറച്ചി, അതുപോലെ തന്നെ പോത്ത്, ആട്, ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മത്സ്യം. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ തീരപ്രദേശം ഉൾക്കൊള്ളുന്നതാണ്, കടലാണ്. കടലിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മീനിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ കേരളത്തിലെ ജലാശയങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഉൾനാടൻ മേഖലയിൽ കൃഷി ചെയ്യാൻ സാധിക്കണം, മത്സ്യകൃഷി. ഇപ്പോൾ നമുക്ക് നല്ല മുൻകൈ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു മത്സ്യകൃഷിയുടെ കാര്യത്തിൽ കേരളം. ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ആന്ധ്ര മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാട്ടിൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മത്സ്യകൃഷി വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ, ആദായകരമായ രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിക്കും. സംയോജിത കൃഷി എന്ന ഒരു ഐഡിയ ഇപ്പോഴും കേരളം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട്, പരസ്പര പൂരമായി കൊണ്ട് കാർഷിക മേഖലയെ ഫലപ്രദമായിട്ട് സംഘടിപ്പിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലുള്ള സംരംഭകത്വവും കൂടി ചേരുമ്പോഴാണ് ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട്
ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് കോവിഡിൻ്റെ അനന്തരകാലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കോവിഡ് കാലത്തെ കൃഷിയിലേക്ക് കടന്നു പോകാൻ സാധിക്കും. അതിനാവശ്യമായ രീതിയിലുള്ള കമ്മിറ്റികൾ വേണം. ഇപ്പോൾ വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപം കൊള്ളും. വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപം കൊള്ളുമ്പോഴാണ് നമുക്ക് തരിശായി കിടക്കുന്ന ഭൂമിയെപ്പറ്റി കൃത്യമായിട്ട് ധാരണയുണ്ടാകുക. ആ ഭൂമി ആരുടെ കയ്യിലാണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ഉറപ്പുണ്ടാക്കണം. ആരുടെ കയ്യിലായാലും അവരെ കൂടി ഇതിൻ്റെ ഭാഗവാക്കാവണം. അവരെ കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ, കൃഷി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയണം. ഇനി അവർക്ക് ആ രീതിയിൽ സാധിക്കുന്നില്ല എന്ന് വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ആ ഭൂമി കൃഷിക്ക് വേണ്ടി മാത്രം 2-3 കൊല്ലത്തേക്ക് ഒരു പ്രത്യേക എഗ്രിമെൻ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാങ്ങാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. വ്യക്തികൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു തരത്തിലും ഈ ഭൂമി കൃഷിക്ക് വേണ്ടി വാങ്ങുമ്പോൾ അത് ഉടമക്ക് നഷ്ടപ്പെടാനിടയുണ്ട് എന്നുള്ള ഒരു ധാരണ ഉൽപ്പാദിപ്പിക്കാനേ പാടില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിലായത്, മുഖ്യമന്ത്രി ഇങ്ങനെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, ഈ ഭൂമിയിലല്ല ഞങ്ങൾ കൃഷി ചെയ്യാൻ പോവാണ് എന്ന് അതിക്രമ ഭാഷയോടുകൂടി സംസാരിക്കുന്ന നിലയേ പാടില്ല. അവിടെ സമ്മതത്തോടുകൂടി വാങ്ങണം, സമ്മതപത്രം വാങ്ങണം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. ഏത് സമയത്തും ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴും ഭൂമി തിരിച്ചു കിട്ടുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ വരുന്ന ബലപ്രയോഗത്തിൻ്റെതായ ഒരു രീതിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതി നമുക്കും ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. ഒരു കൊല്ലത്തേക്ക് മാത്രം ഭൂമി വാങ്ങിയാൽ ഉണ്ടാകുന്ന അപകടമുണ്ട്. കാരണം തരിശായി കിടക്കുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കി മാറ്റണമെങ്കിൽ അതിൽ നിക്ഷേപം വേണം, സാമ്പത്തികമായ നിക്ഷേപം. അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ഒന്നാമത്തെ കൊല്ലം തന്നെ അതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ 1-2 കൊല്ലം കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഭൂമി എടുക്കണം. അത് വാർഡ് തലത്തിലുള്ള കമ്മിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള, ലോക്കൽ അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ രൂപപ്പെട്ട് വരണം. ഇങ്ങനെ വിവിധ കമ്മിറ്റികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, സഹകരണ പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ, അതുപോലെ വർഗ്ഗഭോജന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഇവരെല്ലാം ചേരുന്ന കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ശക്തമത്തായ ഒരു ജനകീയ മുന്നേറ്റം നയിക്കുന്നതിന് വേണ്ടി കഴിയുന്ന ഒരു കമ്മിറ്റിയായി ഇതിനെ കാണുന്നു. കേവലമായ ക്യാമ്പയിൻ എന്ന രീതിയിൽ മാത്രമല്ല, കേവലമായ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൃഷിരംഗത്ത് ഇടപെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ അതെല്ലാം ക്യാമ്പയിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇത് ക്യാമ്പയിനും വേണം, ജനങ്ങളെ അണിനിരത്തണം, ഒപ്പം ഫലപ്രദമായിട്ട് കൃഷി നടക്കുകയും വേണം. ഈ കാർഷിക സംസ്കൃതിക്ക് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കോവിഡ് കാലത്ത് നമുക്ക് കഴിഞ്ഞാൽ, കോവിഡ് അനന്തരകാലം അത് സ്വാഭാവികമായിട്ടും കുറച്ച് സമയം പിടിക്കും. ആ കാലം വരുമ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കണ്ടെത്തിയിട്ടുള്ള, നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വിവിധ തലങ്ങളിൽ, കാർഷിക മേഖലയിൽ, ഉൽപാദക ബന്ധത്തിൽ, പിന്നീട് സാക്ഷരതയിൽ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർന്ന് മുമ്പോട്ടേക്ക് വന്നുള്ള ജനകീയാസൂത്രണത്തിൽ ഒക്കെ നമുക്ക് ചരിത്രപരമായ ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ സാധിച്ചതുപോലെ കേരളത്തിലെ പരിമിതി നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള കാർഷിക പ്രക്രിയയിൽ ഒരു 3-4 ലക്ഷം ഏക്കർ ഭൂമിയിൽ വളരെ ഫലപ്രദമായി വ്യത്യസ്ത രീതിയിലുള്ള കൃഷികൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഈ സുഭിക്ഷ എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഹരിത കേരളത്തിൻ്റെ പദ്ധതി പരിപൂർണമായി നടപ്പിലാക്കാൻ സാധിക്കണം. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് CPIM-ന് വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. ആ പങ്ക് നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ധാരണയോടുകൂടി ഈ
പ്രക്രിയയിൽ ഇടപെടാനാവണം. ആ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം സഹാക്കളുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം, മുൻകൈ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.